ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടൊരു വിഭവമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ഒരു ഹാഫ് കോളിഫ്ലവറും ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉള്ളിയുമാണ്, സവാള. അപ്പം എണ്ണ പാനിൽ ഒഴിച്ചതിന് ശേഷം അത് ചൂടാവുമ്പോൾ ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഉള്ളി, അതുപോലെ തന്നെ കോളിഫ്ലവറും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എണ്ണയും ജീരകം എല്ലാം കൂടെ കിടന്ന് ഇത് മിക്സ് ആയതിനു ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. ഇതിൽ നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കണം അവസാനമായിട്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലകളെല്ലാം എല്ലാവിടെയും പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒന്നുമില്ലേ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ട് വേവിക്കാം, ഇല്ലെങ്കിൽ അടച്ച് വെച്ചിട്ടും വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. പിന്നെ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു തുള്ളി കൂടെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നിന്ന് തന്നെ ഉള്ള വെള്ളം കൊണ്ട് ഇത് നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കോളിഫ്ലവറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ മസാലയൊക്കെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഡെയിലി ഗ്രേവി ആയിട്ട് കഴിക്കാതെ ഇതുപോലെ ഡ്രൈ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അതും വെള്ളമൊന്നും ഒഴിക്കാതെ അങ്ങനെ ആവിയിൽ അല്ലെങ്കിൽ തന്നെ ആ ചൂടിലിങ്ങനെ വേവുമ്പം അത് നല്ല രസമായിരിക്കും. അതിൻ്റെ സൈഡൊക്കെ താഴെയൊക്കെ ഒന്ന് നല്ല പൊരിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഉരുളക്കിഴങ്ങും ഇതൊക്കെ ആയതുകൊണ്ട് സോഫ്റ്റായിട്ടാണ് വേവ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ.